നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമ്പിലേക്ക് സ്വാഗതം. മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പച്ചമുളകും ടൊമാറ്റോയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കക്കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ഉണക്കക്കൊഞ്ചാണ് എടുത്തേക്കുന്നത്. ഉണക്കക്കൊഞ്ച് പല സൈസിലുള്ള നമുക്ക് വാങ്ങാൻ കിട്ടും. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല, നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് നോക്കുന്നുണ്ട്, അതിൻ്റെ തലയും വാലും കൂടി ഇങ്ങനെ ഒന്ന് ഒടിച്ച് മാറ്റാം. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ തലയും വാലും എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഉണക്കക്കൊഞ്ചിൻ്റെ തലയും വാലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കുറഞ്ഞതൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല. നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളൻപുളിയാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് തേങ്ങയുടെ അളവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തിരികെ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തേങ്ങ കുറച്ച് അധികം ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. 2 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. അപ്പോൾ ഇങ്ങനെ മിക്സാക്കി ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറും അതുപോലെ തന്നെ എരിവും ഉണ്ടാവും. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. വലിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ പകുതി ടൊമാറ്റോ ചേർക്കാം. ചെറിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ 1 ടൊമാറ്റോ ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഉണക്കക്കൊഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് നമുക്ക് ഈ ഉണക്കക്കൊഞ്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ടത്. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഉണക്കക്കൊഞ്ച് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ, കാരണം ഇതിൽ നല്ല പൊടി അഴുക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം മസ്റ്റായിട്ടൊന്ന് കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. അതായത് ഇതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ചെമ്മീൻ കഴുകിയതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈർപ്പം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാതെയും ഡയറക്റ്റ്ലി നമുക്ക് അരപ്പിൽ ചേർക്കാം. പക്ഷേ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത ചെമ്മീൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി സെയിം മൺചട്ടിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. അതായത് 1 കപ്പ് വെള്ളം അരപ്പ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/2 കപ്പ് വെള്ളം മിക്സി കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഉണക്കമീനൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ചിലപ്പോൾ ഉണക്കമീനിൽ തന്നെ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ടാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഉണക്ക മീൻ കറി ഉണ്ടാക്കുമ്പോൾ പുളി അധികം കൂടാൻ പാടില്ല, എന്നാൽ പാകത്തിനുള്ള പുളി ആകാനേ പാടുള്ളൂ. അപ്പം അതനുസരിച്ചിട്ട് വേണം പുളിയുടെ അളവ് ചേർക്കേണ്ടത്. പുളിവെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്ക കൊഞ്ചിന് അധികം വേവില്ല. ഇനി ലിഡ് അടച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഉണക്ക കൊഞ്ചും കൂടി ചേർത്തിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഒരു 2 മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനാണ്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് താളിച്ച് ചേർക്കുകയാണെങ്കിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് താളിച്ച് ചേർക്കാം. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ചേർത്തെടുക്കാം. കുറച്ച് കരിവേപ്പില, വറ്റൽമുളക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി താളിച്ചത് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. താളിച്ച ചേർത്ത് കഴിഞ്ഞാൽ ലിഡ് വെച്ച് അടച്ചു കൊടുക്കുക. എന്നാലും മാത്രമേ താളിച്ചതിൻ്റെ ഫ്ലേവർ ഈ കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.